വയനാട്ടിൽ വിവിധയിടങ്ങളിൽ തുടർന്നിരുന്ന ഇന്നത്തെ തെരച്ചിൽ അവസാനിപ്പിച്ചിട്ടുണ്ട്. ഇതുവരെ റിപ്പോർട്ട് ചെയ്തത് 357 മരണമാണ്. ചാലിയാർ പുഴ കേന്ദ്രീകരിച്ചുള്ള തിരച്ചിൽ നാളെ രാവിലെ 7 മണിക്ക് പുനരാരംഭിക്കുമെന്നാണ് അറിയിച്ചിരിക്കുന്നത്. ഇനിയും കണ്ടെത്താനുള്ളത് 200-ലധികം പേരെ. കൂടുതൽ അത്യാധുനിക സൗകര്യങ്ങൾ ഒരുക്കിയായിരിക്കും ഇനിയുള്ള തെരച്ചിലൊക്കെ മുന്നേറുക. ഇതിനായി കൂടുതൽ റഡാറുകളൊക്കെ വയനാട്ടിലേക്ക് എത്തിക്കുന്നുണ്ട്. സോണൽ കൃഷ്ണ വിശദാംശങ്ങളുമായി ചേരുന്നു. സോണൽ, ഇന്നത്തെ തിരച്ചിൽ അവസാനിപ്പിക്കുന്ന വേളയിൽ എന്തൊക്കെയാണ് ദൗത്യസേനാംഗങ്ങൾ അറിയിച്ചത്? ഇനി നാളെ എപ്പോഴായിരിക്കും പുനരാരംഭിക്കുക? പ്രധാനമായി ഇന്നത്തെ തിരച്ചിൽ ഏകദേശം 7 മണിയോടുകൂടി പൂർണ്ണമായി അവസാനിപ്പിക്കുന്ന ഒരു സാഹചര്യമാണ് ഉണ്ടായിരുന്നത്. നാളെ ഏകദേശം 6 മണി 6:30 തിരച്ചിൽ ആരംഭിക്കും എന്നാണ് അറിഞ്ഞിട്ടുള്ളത്. യന്ത്രങ്ങൾ കൂടുതൽ ഉപയോഗിച്ചുകൊണ്ടുള്ള തിരച്ചിലാണ് ഇപ്പോൾ നടക്കുന്നത് എന്ന് നമുക്ക് ഇന്ന് തന്നെ ദൃശ്യങ്ങളിൽ കണ്ടതാണ്. കൂടുതൽ JCBയും മറ്റ് ഹിറ്റാച്ചിയും എല്ലാം തന്നെ ഉപയോഗിച്ച് മണ്ണിളക്കി മണ്ണിനടിയിൽ ഏതെങ്കിലും മൃതദേഹങ്ങൾ ഉണ്ടോ എന്ന് നോക്കുന്ന ഒരു കാഴ്ചയാണ് നമുക്ക് ഇന്ന് കാണാൻ വേണ്ടി കഴിഞ്ഞത്. പക്ഷെ അതിനോടൊപ്പം തന്നെ കൂട്ടി വായിക്കേണ്ട ഒരുപാട് കാര്യങ്ങളുണ്ട്. കാരണം ഇന്നാണ് ആ പരിസര പ്രദേശത്തുള്ള വ്യക്തികളെ അകത്തേക്ക്, അതായത് ഈ അപകടം നടന്ന പ്രദേശത്തേക്ക് കയറ്റിവിടുന്നത്. അപ്പോൾ ഓരോരുത്തരും എത്തി തങ്ങളുടെ വീടുണ്ടായിരുന്ന ചില സ്ഥലങ്ങളിൽ വന്നിരിക്കുന്ന ഒരു കാഴ്ചയുണ്ട്. ഏറ്റവും വേദനിപ്പിക്കുന്ന കാഴ്ച എന്ന് വേണം നമുക്ക് പറയാൻ. കാരണം അവർ തങ്ങളുടെ വീടുണ്ടായിരുന്ന ആ സ്ഥലത്ത് വന്നിരിക്കുമ്പോൾ അവിടെ ഇന്ന് വലിയ കൂറ്റൻ കല്ലുകളും പാറക്കഷ്ണങ്ങളും മാത്രമാണ് ഉള്ളത്. കാരണം അവർ കരഞ്ഞുകൊണ്ട് നമ്മളോട് പറഞ്ഞ ചില കാര്യങ്ങളുണ്ട്. കാരണം സന്തോഷത്തോടെ 10-12 കുടുംബാംഗങ്ങൾ ഉണ്ടായിരുന്ന വീടാണ്. പക്ഷേ ഒറ്റ രാത്രി കൊണ്ട് ഉറങ്ങിക്കിടക്കുന്ന സമയത്ത് ഉരുൾപൊട്ടി ഉയരെടുക്കുന്ന ഒരു സാഹചര്യം. അത് ആരെ സംബന്ധിച്ചും ഒരിക്കലും അംഗീകരിക്കാൻ കഴിയില്ല, ഉൾക്കൊള്ളാനാകില്ല എന്ന് പറയുന്നത് തന്നെയാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. കാരണം പല കഥകളാണ് പല സ്ഥലത്തുള്ളവർക്കും പറയാനുള്ളത്. നമ്മൾ മുണ്ടക്കൈ ഭാഗത്ത് നിന്നപ്പോൾ തന്നെ കണ്ട ദൃശ്യങ്ങളാണ്. അതായത് ഒരു ഗ്രാമം, ചെറിയൊരു ടൗണും അതിനോട് ചേർന്ന ഒരുപാട് വീടുകളുമുള്ള ചെറിയൊരു ഗ്രാമം, ആ ഗ്രാമം മുഴുവനായിട്ട് ഈ ഉരുൾപൊട്ടലിൽ പോയിരിക്കുന്നു. അതിനെ ഭാഗികമായി ഏകദേശം ഒരു 10ഓളം വീടുകൾ മാത്രമാണ് അവിടെ ബാക്കിയുള്ളത്. ആ വീടുകളൊക്കെ അടഞ്ഞു കിടക്കുന്ന ഒരു സ്ഥിതി. അവിടെ ഇനി ആരുമില്ല, ആരും താമസിക്കാൻ അങ്ങോട്ടേക്ക് വരുന്നില്ല എന്നുള്ളതാണ് അവിടുത്തെ ജനങ്ങളും പറയുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യം. കാരണം ഇതിനു മുമ്പും ഇത്തരത്തിൽ ഉരുൾപൊട്ടൽ ഉണ്ടാവാൻ സാധ്യതയുണ്ടായിരുന്ന സമയത്ത് കൃത്യമായ നിർദ്ദേശം തങ്ങൾക്ക് കിട്ടിയിരുന്നു. അപ്പോൾ ഞങ്ങളെല്ലാവരും അവിടെ നിന്ന് മാറി താമസിക്കുന്ന സാഹചര്യം ഉണ്ടായി എന്നാണ് ആ പരിസര പ്രദേശത്തെ ആളുകൾ പറഞ്ഞത്. പക്ഷേ ഇത്തവണ പഞ്ചായത്ത് അധികൃതരോ ഇതുമായി വാർഡ് മെമ്പർ ഉൾപ്പെടെയുള്ള ആളുകളോ ഒരു നിർദ്ദേശവും തന്നില്ല. ഉറങ്ങിക്കിടക്കുന്ന സമയത്താണ് ആ ഉരുൾപൊട്ടി എത്തുന്നത് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഒരുപക്ഷെ അങ്ങനെ ഒരു മുന്നറിയിപ്പ് കിട്ടിയിട്ടുണ്ടായിരുന്നെങ്കിൽ ആ പ്രദേശത്തുള്ളവരെല്ലാം തന്നെ മാറി താമസിക്കുമായിരുന്നു എന്നുള്ളൊരു കാര്യം വേദനയോടെ ഒരു ഏട്ടൻ നമ്മളോട് വന്ന് പറയുന്ന സാഹചര്യമുണ്ട്. അയാൾ ഈ വീടുണ്ടായിരുന്ന സ്ഥലത്ത് മണ്ണ് മാന്തി അല്ലെങ്കിൽ മണ്ണ് മാറ്റി തിരയുന്ന സമയത്താണ് അദ്ദേഹത്തിന്റെ ഏട്ടന്റെ കല്യാണ ആൽബം കിട്ടുന്ന സാഹചര്യം. കരഞ്ഞുകൊണ്ട് അതും പിടിച്ച് അദ്ദേഹം തിരിച്ച് ക്യാമ്പിലേക്ക് പോകുന്ന കാഴ്ച, നെഞ്ചു പൊട്ടുന്ന പല ദൃശ്യങ്ങളും നമുക്ക് അവിടെ കാണാൻ കഴിയുന്നു എന്നുള്ളത് തന്നെയാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അതുകൊണ്ട് തന്നെ ഇനി അവിടെ ജീവനോടെ അവശേഷിപ്പുകൾ ഉണ്ടെങ്കിൽ അല്ലെങ്കിൽ പല ആളുകളും രക്ഷപ്പെടാനുണ്ടെങ്കിൽ അത് ഈ ഉരുൾപൊട്ടിയ 2 ഭാഗത്തും വനങ്ങളാണുള്ളത്. അതിനുള്ളിൽ അകപ്പെട്ട് അല്ലെങ്കിൽ രക്ഷപ്പെടാൻ വേണ്ടി അതിനുള്ളിലേക്ക് കയറിയവർ മാത്രമായിരിക്കും എന്നുള്ളതാണ് സൈന്യം ഉൾപ്പെടെയുള്ളവർ പറയുന്നത്. അതുകൊണ്ട് തന്നെ ഈ വനത്തിനുള്ളിൽ ഉൾപ്പെടെ വലിയ പരിശോധന നടത്തുന്നുണ്ട്. അതുപോലെ തന്നെ എടുത്തു പറയേണ്ട പ്രധാനപ്പെട്ട കാര്യമാണ് ചാലിയാറിലെ പരിശോധന. നമുക്കറിയാം ഭൂരിഭാഗം മൃതദേഹങ്ങളും കിട്ടിയിട്ടുള്ളത് ചാലിയാറിൽ നിന്നാണ്. മലപ്പുറം പോത്തുകല്ല് അതുപോലെ തന്നെ നിലമ്പൂർ മേഖലയിൽ നിന്നാണ് ഈ ശരീരാവശിഷ്ടങ്ങളും അതുപോലെ തന്നെ മൃതദേഹങ്ങളും കൂടുതലായി ലഭിച്ചിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ ഈ നദി കേന്ദ്രീകരിച്ച്, അതായത് ചാലിയാർ കേന്ദ്രീകരിച്ചുള്ള പരിശോധനയും നടക്കുന്നുണ്ട്. 6 സോണുകൾ ആയി തിരിച്ചുകൊണ്ടുള്ള പരിശോധന, ഘട്ടം ഘട്ടമായി ഓരോ ഭാഗങ്ങൾ പരിശോധിച്ച് അവിടെ മൃതദേഹങ്ങളില്ല എന്ന് ഉറപ്പുവരുത്തി വീണ്ടും അടുത്ത ഭാഗത്തേക്ക് പോകുന്ന കൃത്യമായ ഒരു രീതിയാണ് ഇന്ന് സൈന്യം മുന്നോട്ട് വെച്ചത്. NDRF എല്ലാ സേനകളും അതിന് കൂടെ ഉണ്ടായിരുന്നു, സന്നദ്ധ പ്രവർത്തകരടക്കം. അതാണ് ഏറ്റവും പ്രധാനമായി പറയേണ്ടത്. സൈന്യത്തിനും മറ്റ് സേനയ്ക്കുമൊപ്പം സന്നദ്ധത അല്ലെങ്കിൽ എന്തും ചെയ്യാൻ തയ്യാറാണ്, തങ്ങളെ കൊണ്ട് ചെയ്യുന്നതെല്ലാം തങ്ങൾ ചെയ്യുമെന്ന് പറഞ്ഞുകൊണ്ട് ഒരു വിഭാഗം മനുഷ്യരെത്തുന്നത് നമ്മൾ കണ്ടതാണ്. അവർക്ക് ജാതിയില്ല, മതമില്ല, കൊടിയുടെ നിറങ്ങളൊന്നും തന്നെയില്ല. അവർ സേവനത്തിനായി വരുന്ന കാഴ്ചയാണ് നമ്മൾ കണ്ടത്. കേരളത്തിന്റെ പല ഭാഗത്ത് നിന്നായിട്ട് പലരും കഴിഞ്ഞ 5 ദിവസമായി ഇവിടെ എത്തുന്നുണ്ട്. തങ്ങളാൽ കഴിയുന്നത് ചെയ്ത്
തങ്ങളുടെ കൂടപ്പുറപ്പുകൾ, അതായത് മറ്റുള്ളവന്റെ സങ്കടം തൻ്റെ സങ്കടമായി ഏറ്റെടുത്തുകൊണ്ട് പ്രവർത്തിക്കുന്ന ഒരു കാഴ്ച അത് ഏറ്റവും മനോഹരമായി തന്നെ നമുക്ക് പറയേണ്ടിയിരിക്കുന്നു. ഇന്നത്തെ ദിവസത്തെ സംബന്ധിച്ച് മോഹൻലാൽ ഉൾപ്പെടെയുള്ള ആളുകൾ ഈ സ്ഥലത്തെത്തി. അദ്ദേഹം എത്തിയത് സൈനിക വേഷത്തിൽ തന്നെയാണ്. കൃത്യമായി സൈന്യത്തിന്റെ കൂടെ ഈ പ്രദേശത്തെത്തി ഈ ഉരുൾപൊട്ടിയ അതിന്റെ പ്രഭവ കേന്ദ്രത്തിലെത്തി കൃത്യമായി കാര്യങ്ങൾ വീക്ഷിച്ചു. സഹായധനം ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ അദ്ദേഹം വ്യക്തമാക്കിയിട്ടുണ്ട്. എന്തായാലും ഒരു പ്രതീക്ഷയുണ്ട് ആ ക്യാമ്പിൽ കഴിയുന്ന ജനങ്ങൾക്ക് എന്നുള്ളതാണ്. കാരണം ഇതിനു മുമ്പത്തെ പല ദുരന്തങ്ങളും നമ്മൾ കണ്ടതാണ്. അന്നൊക്കെ വാഗ്ദാനങ്ങൾ മാത്രമായി ഒതുങ്ങുന്ന ഒരു സാഹചര്യം. പക്ഷെ അത് ഇവിടെ ഉണ്ടാകാൻ പാടില്ല. കാരണം കേരളത്തിലെ തന്നെ ഏറ്റവും വലിയ ദുരന്തം, ഏറ്റവും കൂടുതൽ മരണസംഖ്യ ഉള്ള ദുരന്തം. അതുകൊണ്ട് ഒരുപാട് പേർ പേടിച്ചിപ്പോഴും ക്യാമ്പുകളിൽ കഴിയുന്നുണ്ട്. ഒറ്റവരെ നഷ്ടപ്പെട്ടവർ, ഈ ദുരന്തത്തിൽ ഒറ്റപ്പെട്ടവർ, അങ്ങനെ ഒരുപാട് കഥ പറയാനുള്ള ആളുകൾ ഈ ക്യാമ്പുകളിൽ കഴിയുന്നുണ്ട്. അവർക്ക് തുണയാകേണ്ടത് സർക്കാർ സംവിധാനങ്ങളും നമ്മളുമാണ് എന്നുള്ള പൂർണ്ണ ബോധ്യം ആ സർക്കാരിനുണ്ടാകണം എന്നുള്ളത് തന്നെയാണ് ആവർത്തിച്ച് പറയാനുള്ളത്. എന്തായാലും അവർക്ക് വേണ്ട സംവിധാനങ്ങൾ, പുനരധിവാസത്തിന് വേണ്ട കാര്യങ്ങളെല്ലാം തന്നെ എത്രയും പെട്ടെന്ന് ചെയ്തു കൊടുക്കണം എന്നുള്ളതാണ് ആ ക്യാമ്പുകളിൽ കഴിയുന്ന ആളുകളുടെയും നമ്മളുടെയും ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ആവശ്യം. മനു, തീർച്ചയായും സോണൽ, ഇനി നാളെ ഏതൊക്കെ മേഖലകൾ കേന്ദ്രീകരിച്ചായിരിക്കും പ്രധാനമായും തിരച്ചിൽ നടക്കുക? ഇന്ന് നടന്ന പോലെ തന്നെ ഈ ചുരൽമല, മുണ്ടക്കൈ, പുഞ്ചിരിമട്ടം എന്നിവ തന്നെയാണോ നാളെയും ഫോക്കസ്? തീർച്ചയായിട്ടും പറയേണ്ടത് പുഞ്ചിരിവട്ടം മുതൽ ഇങ്ങോട്ടേക്ക് ഇന്ന് തിരച്ചിൽ ആരംഭിച്ചിട്ടുണ്ട്. കൃത്യമായി ഇറ്റാച്ചിയും JCBയും എല്ലാം തന്നെ ഈ ഒരു ഉരുൾപൊട്ടിയ ഇടങ്ങളിൽ, അതായത് വീടുണ്ട് എന്ന് പറയപ്പെടുന്ന ഇടങ്ങളിൽ കൃത്യമായി ഇളക്കി മറിച്ച് പരിശോധന നടത്തുന്നുണ്ട്. അത് ഓരോ ഘട്ടം ഘട്ടമായി മുന്നോട്ട് വരും. അത് അവസാനം ചെന്നെത്തുക ചൂരൽമലയിലാണ്. അത്തരത്തിൽ അവിടെയും ഇന്ന് ഇത്തരം കല്ലുകൾ മാറ്റിയും ചളികൾ ഇളക്കിയുമുള്ള പരിശോധന ആരംഭിച്ചിട്ടുണ്ട്. അതേസമയം തന്നെ ചാലിയാറിലെ പരിശോധന നടക്കുന്നുണ്ട്. സമീപത്തെ വനങ്ങളിൽ പരിശോധന നടത്തുന്നുണ്ട്. ഈ പ്രദേശത്തെ മറ്റ് കേന്ദ്രങ്ങളിൽ, അതായത് ഒറ്റപ്പെടാൻ സാധ്യതയുള്ള പ്രദേശങ്ങളിൽ പരിശോധന നടത്തുന്നുണ്ട്. ഓരോ ഘട്ടം ഘട്ടമായിട്ടാണ് ഈ പരിശോധനകൾ നടത്തുന്നത് എന്നുള്ളത് തന്നെയാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഒരേ സമയം ഓരോ മേഖലയിലും പരിശോധന നടത്തുന്ന ഒരു രീതി അത് സൈന്യം ഇപ്പോഴും നടത്തുന്നുണ്ട്. അതുകൊണ്ട് തന്നെയാണ് കൃത്യമായ ഒരു വിലയിരുത്തലിലേക്ക് സൈന്യത്തിന് എത്താൻ കഴിയുന്നത്. ഏതൊക്കെ പ്രദേശത്ത് ആരൊക്കെ ജീവനോടെയുണ്ട്, അല്ലെങ്കിൽ ഈ പ്രദേശത്തെ ഒരു പ്രത്യേക പ്രദേശത്ത് തെരഞ്ഞാൽ ഇനി എത്ര മൃതദേഹങ്ങൾ കിട്ടും, അവിടെ തെരഞ്ഞാൽ ഇനി മൃതദേഹങ്ങൾ ലഭിക്കുമോ എന്നുള്ള കാര്യത്തിലൊക്കെ സൈന്യത്തെ കൊണ്ടെത്തിക്കുന്നത് ഇത്തരം ഒരു സംവിധാനമാണ് എന്ന് നമുക്ക് പറയേണ്ടി വരും. എന്തായാലും നാളെ രാവിലത്തോടു കൂടി ഈ ഇത്രയും തെരഞ്ഞ ഭാഗത്ത് നിന്ന് ബാക്കി ഭാഗം തിരിച്ചിൽ ആരംഭിക്കുമെന്നാണ് ഉദ്യോഗസ്ഥരൊക്കെ നമ്മളുമായി ബന്ധപ്പെട്ടപ്പോൾ അറിയാൻ സാധിച്ചത്. അനു.